Hello, hi, dear friends. അപ്പോൾ നമ്മൾ ടെറസ് കിച്ചണിൽ ഓക്കെ അത് മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ, സാധാരണ ഇപ്പോൾ ഞാൻ പറയാം 2-3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ പുഡിങ്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, കേക്ക്സ് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. സത്യത്തിൽ എനിക്ക് ഒരുപാട് പുഡിങ്സിൻ്റെ റെസിപ്പീസ് അറിയാം, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് മാജിക് കാമനിലൂടെ. പക്ഷേ നിങ്ങൾ എത്രത്തോളം പുഡിങ്സ് ഇഷ്ടപ്പെടുന്നു എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പുഡിങ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാടൻ വിഭവങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചില്ലേ. അപ്പോൾ കേക്ക്സ് നമ്മൾ ക്രിസ്മസോടുകൂടി കേക്ക്സ് ഇച്ചിരി കാര്യമായിട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും കേക്ക്സ് വേണം, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേക്ക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പുഡിങ്സും. പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ, എനിക്കും വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്. ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും ചോക്ലേറ്റ് പേസ്ട്രീസ്, ചോക്ലേറ്റ് പുഡിങ്സ് എന്താണെങ്കിലും. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫഡ്ജ് ചോക്ലേറ്റ്, നല്ല ചോക്ലേറ്റിയാണ്, ചോക്ലേറ്റ് ഫഡ്ജ് പുഡിംഗ് ആണ്. ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് പുഡിംഗ് ആണ്. ഹോട്ട് എന്ന് പറയാൻ കാര്യം അത് തണുപ്പിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ചൂടായിട്ട് കഴിക്കേണ്ട ഒരു പുഡിംഗാണ് ആക്ച്വലി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ ഈ തൊണ്ടവേനയൊക്കെ വരുന്ന ആൾക്കാർക്ക് പുഡിംഗ് കഴിക്കണം, പക്ഷേ തണുപ്പ് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്, അല്ലാണ്ട് നല്ലതാണ്. ആക്ച്വലി ഈ ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് ഓഫ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കഴിച്ചാൽ ആഹാ സ്വർഗ്ഗമായിരിക്കും, ഹെവൻ. അത് നമ്മൾ ബ്രൗണി വിത്ത് പിന്നെ വാനില ഐസ്ക്രീം കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയണ്ടേ, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വിത്ത് ഐസ്ക്രീം കഴിക്കാറുണ്ട്. അതുപോലെ ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് പുഡിംഗ് വെച്ച് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിച്ചാൽ എക്സലൻ്റ് ആയിരിക്കും. ഐസ്ക്രീം ഇല്ലെങ്കിലും എക്സലൻ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു. കാര്യം എന്താ വെച്ചാൽ ഈ മെഷർ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് മെസ്സി ആകും അല്ലെങ്കിൽ. എന്നാലും ഞാനൊരു ബട്ടർ പേപ്പർ ഇടുന്നു. അതിൻ്റെ മുകളിലായിട്ട് ആദ്യത്തെ കാര്യം, അതായത് കുറച്ച് മൈദമാവ്. ഇത് ആക്ച്വലി 2 ലെയറായിട്ട് വരുന്നതാണ്. ഒരു ലെയർ വളരെ ഫഡ്ജി ആയിരിക്കും, അതാണ് ഈ ഫഡ്ജി എന്ന് പറയുമ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്, അതായത് കട്ടിയില്ല, ഇങ്ങനെ ഒരു ക്രീമി ആയിട്ട് വരും. പക്ഷേ ഒരു ലെയർ ഒരു കേക്കിൻ്റെ ടെക്സ്ചറും ആയിരിക്കും. അപ്പോൾ 2 ലെയറായിട്ട് വരും അത് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 ലെയറായിട്ടല്ല ചെയ്യുന്നത്, നമ്മളൊരു എല്ലാം കൂടി ചേർത്തിട്ടൊരു മിക്സിംഗ് ആണ്. പക്ഷേ അത് ബേക്കായി വരുമ്പോൾ പെർഫെക്റ്റ് ഒരു ഫഡ്ജ് ആൻഡ് എ കേക്ക് മിക്സ് പോലെ വരും. രണ്ടാമത്തെ കാര്യം, ഞാനിത് ഓവനിലാണ് ചെയ്യുന്നത്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്കിത് ഓവൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ഞാൻ പറയുന്ന അതേപോലെ തന്നെ നമ്മൾ കേക്കൊക്കെ സാധാരണ ഓവനിലല്ലാതെ ബേക്ക് ചെയ്യില്ലേ, എന്താ പറയുക, നമ്മുടെ കുക്കറിൽ അല്ലെങ്കിൽ ഒരു പാനിൽ അത് ചെയ്യുന്ന അതേപോലെ, വെള്ളം വെച്ചിട്ടല്ല, സ്റ്റീമിലല്ല, അല്ലാണ്ട് കുക്കറിൽ കുറച്ച് ഉപ്പിട്ടുക, ഒരു സ്റ്റാൻഡ് വയ്ക്കുക, പിന്നെ നമ്മൾ ഏതിലാണോ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെയറിലാണ് ഞാനിപ്പോൾ ഓവനിൽ വെക്കാൻ പോണേ. ഒരു പക്ഷേ കുക്കറിൽ ഇത്രയും വലിയ പാത്രം കയറില്ലല്ലോ, അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ഗ്ലാസ് വെയർ ആകാം. ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഹീറ്റ് പ്രൂഫായിട്ടുള്ള ഗ്ലാസ് വെയർ, ഓവനിലൊക്കെ വയ്ക്കാൻ പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഇൻഡാലിയത്തിൻ്റെയോ അങ്ങനത്തെ ഏതെങ്കിലും നമ്മൾ സാധാരണ വെക്കില്ലേ കുക്കറിലൊക്കെ കേക്കൊക്കെ ബേക്ക് ചെയ്ത്, അതിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ട് വെക്കുന്ന പോലെ കുക്കറിൽ വെച്ച് 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെയായാലും മതി, കുക്കറാകാം പാനാകാം എന്താണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, വെള്ളമൊന്നും വെക്കേണ്ട, അത് വെച്ച് കഴിയുമ്പോൾ സ്റ്റീമാകും, സ്റ്റീമിൽ ആവിയിൽ വേവിക്കുന്നില്ലേ, അത് വേണ്ട. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം, 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, പൊടിച്ച പഞ്ചസാര ഉണ്ട്, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ 1 കപ്പ്, ഇത് 1 കപ്പ് മൈദ മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളെന്ന് തന്നെ വേണ്ട, ഒരു 1/2 നുള്ള് ഉപ്പ്. ഓക്കെ, കുറച്ച്, ഓക്കെ ഇച്ചിരി, അത് രണ്ടും. പിന്നെന്താ വേണ്ടത്, 2 കാര്യങ്ങൾ. ഓക്കെ, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇനി ഇതിലേക്ക് ഇത് നോക്കിയാൽ പൊടിച്ച പഞ്ചസാരയാണ്, ഇതൊരു 3/4 കപ്പുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു കൊക്കോ പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത്, കൊള്ളാം, കുഴപ്പമില്ല. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് വെച്ചല്ലോ ഒരു സൈഡിലേക്ക്, അത് ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് ഇടഞ്ഞിടാൻ പോകണം. അപ്പോൾ കുറച്ചുകൂടി എല്ലാം ഒന്നിച്ച് മിക്സാകും. ഒരു അരിപ്പയിലൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെണ്ണ ഉരുക്കണം.
അത് ഈ വെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉരുക്കിയ വെണ്ണ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇച്ചിരി 2 ടേബിൾ സ്പൂൺ വെണ്ണ ഉരുക്കാം. അപ്പോൾ അത് ഉരുകി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ അതിൽ നിന്നും എടുക്കാം. അതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിൽ ഒരല്പം വെണ്ണ ഇങ്ങനെ തടവി വയ്ക്കാം. ഓക്കെ, അത് നേരത്തെ ഉള്ള തയ്യാറെടുപ്പാണ്. അത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. വെണ്ണ ഉരുകി കഴിഞ്ഞ് ഇനി അതിനെ നമുക്ക് ഇതിനകത്തേക്ക് അളന്നൊഴിക്കാം. ഒരു ബൗളിലേക്ക് വെണ്ണ 2 ടേബിൾ സ്പൂൺ, വെണ്ണയല്ല വെണ്ണ ഉരുകിയ വെണ്ണ. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി യോജിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ ദേ 1/2 കപ്പ് പാൽ ആദ്യം ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ 1 2 ഉരുക്കിയ വെണ്ണ കഴിയും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എസൻസും കൂടി ചേർക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പോൾ എല്ലാ കാര്യമായല്ലോ. അപ്പോൾ ലിക്വിഡായിട്ടുള്ള, അതായത് വെള്ളം പോലെ ഇരിക്കുന്ന കാര്യങ്ങൾ ഒരു ബൗളിലേക്ക് ആക്കി. ഇനി എന്താണ്? ഇനി ഒന്നുമില്ല, നമ്മുടെ ഈ പൊടിയില്ലേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം, സാധാരണ രീതിയിൽ. ഹാൻഡ് ബ്ലെൻഡർ അങ്ങനെയൊന്നും വേണ്ട. കാണുന്നുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതാണ് നമ്മളുടെ ഒരു സ്പഞ്ച് ലെയറായിട്ട് അതിൽ വരാൻ പോണ ഈ ഭാഗം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഒരു ബാറ്റർ ഞാൻ റെഡിയാക്കി വെച്ചു. ഇനി ഇവിടെ കുറച്ച് കാര്യമുണ്ട്. വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ തന്നെ വെണ്ണ തടവി വെച്ചില്ലേ, ഇതാണ് നമ്മുടെ പുഡിംഗ് ഡിഷ്. ഇത് ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് ആ പാത്രം. ഇച്ചിരി വെണ്ണ തടവി വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് ഈ ഒരു ബാറ്റർ അതിനകത്തേക്ക് മാറ്റാം. ഇതൊരു ലെയറായി. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കേക്കിൻ്റെ ബാറ്റർ തന്നെയാണ്. നമ്മളിങ്ങനെ ലെയർ ചെയ്ത് വയ്ക്കണം. ഇത് സത്യത്തിലൊരു മാജിക്കൽ പുഡിങ്ങാണ്. ഓക്കെ, കാര്യം ഇതിലൊരു ലെയർ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ചു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. ഏതാണ്ട് ഒരു 1.25 കപ്പ് ചൂടുവെള്ളം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ അടുപ്പിൽ എല്ലാ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് കാണിച്ച് പറയുകയാണേ. ഓക്കെ, 1/2 ആൻഡ് 1/4. അപ്പോൾ എത്രയും 1.25. ഇത് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പോലെ ചെയ്തത് ഒരു സൈഡിലിരിക്കട്ടെ. ഇനി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിനകത്തേക്ക് ഒരു ബൗളിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര, ഇത് സാധാരണ പഞ്ചസാരല്ല, ബ്രൗൺ ഷുഗർ. ഇപ്പോൾ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചീകി ചേർത്താലും മതി. അതൊരു ക്ലോസ് ആയിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ബ്രൗൺ ഷുഗറിൻ്റെ. ഇതിപ്പോൾ ബ്രൗൺ ഷുഗർ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ഞാനത് കാണിക്കുന്നു. അര, പിന്നെ അതേപോലെ ഒരു 1/4 കൂടി ആകുമ്പോൾ കറക്റ്റ് 1/4 ആകും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പകരം ശർക്കര നന്നായിട്ട് ചീകി എടുക്കാം. ഒരു 1/4 കപ്പ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബ്രൗൺ ഷുഗർ, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. എഗെയിൻ നല്ല ചോക്ലേറ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഹോട്ട് ഫഡ്ജ് ചോക്ലേറ്റ് ഫഡ്ജ്. നോക്കിക്കോളൂ, ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് വയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ റെഡിയാണ്. കൊക്കോ പൗഡർ ആൻഡ് 1/4 കപ്പാണല്ലോ ഞാൻ ചേർത്തത്. പിന്നെ എന്താ ചേർത്തേ? ഇപ്പോഴേ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. നമ്മുടെ വെള്ളം നല്ല ചൂടായി തിളച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ചൂടായി, ബോയിലിംഗ് പോയിൻറ്റ്. യെസ്, തീ ഓഫ് ചെയ്യട്ടെ. ഇതേ നോക്കിക്കോളൂ. ഇനി ഈ ചൂടോടുകൂടി ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കും. ഇനി ഇതിനൊരു ചെറിയൊരു എന്താ പറയുക, നെസ്കഫേയുടെ ഒരു ചെറിയൊരു 1 ടീസ്പൂണും കൂടി ഇട്ടാൽ ചെറിയൊരു മോച്ച ആ ഒരു ഫ്ലേവർ കിട്ടും. അങ്ങനെ ഇടുകയാണെങ്കിൽ ഈ ഒരു കോഫി ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നെസ്കഫേയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം. ഇതിങ്ങനെ ഞാൻ അലിയിക്കുവാണേ. ഇത് അലിയുന്ന സമയം നമുക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ പുഡിംഗ് ഡിഷ് അങ്ങോട്ട് വയ്ക്കാമല്ലോ.
അപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് അലിഞ്ഞു, എല്ലാം അലിഞ്ഞു ഫാസ്റ്റ്. ഇനി ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് അതിശയം തോന്നുക. കാര്യം ഇപ്പം നമുക്ക് എന്താ തോന്നുന്നത്, താഴെ കേക്ക് ഉണ്ടാകും. ഇതിൻ്റെ മുകളിലേക്ക് ഈ ലിക്വിഡായിട്ടുള്ള കാര്യം എങ്ങനെ ഒഴിക്കുക? പക്ഷേ ഒഴിക്കാൻ പറ്റും. ഓക്കെ, ഒഴിക്കട്ടെ. ഇത് നോക്കിക്കോളൂ, ഒന്നും പേടിക്കണ്ട, ഒഴിക്കുക. ഓക്കെ, ഇത് നമ്മൾ ആ ഹോട്ടായിട്ടുള്ള ആ ഭാഗം ഒഴിച്ചല്ലോ, വെള്ളവും കൊക്കോ പൗഡറും പിന്നെ എന്താ പറയുക ചോക്ലേറ്റ് ബ്രൗൺ ഷുഗറും എല്ലാം കൂടി ചേർത്ത്. അപ്പം നമുക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ മിക്സ് ആയി പോകും. മിക്സ് ഒന്നും ആയി പോവില്ല. പക്ഷേ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ വെള്ളം പോലെ ഇരിക്കുന്ന ഭാഗം അടിയിലും പോകും, താഴത്തെ ആ ഒരു കട്ടിയിൽ നമ്മൾ ചെയ്തില്ലേ കേക്കിൻ്റെ ഭാഗം, അത് മുകളിലേക്ക് സ്പഞ്ച് പോലെ വരും. ഇനി ഞാനൊരു ഓവനിലേക്ക് കയറ്റുന്നു. ഇപ്പം നോക്കിയേ, മേൽഭാഗം വാട്ടറി ആയിട്ടുള്ള ആ ഭാഗം കൊക്കോ പൗഡറിൻ്റെ ആ ഡാർക്ക് കളർ, താഴെ സ്പഞ്ചി പോർഷൻ, അതായത് ആ മാവിൻ്റെ ആ ബാറ്റർ. ഓക്കെ, ഇനി ഞാൻ നേരെ ഓവനിലേക്ക് കയറ്റുന്നു. ഓക്കെ, ഞാനിങ്ങനെ കാണിച്ചു തരാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചത്. ആ ചൂടോടുകൂടി തന്നെ അപ്പോൾ ഒരു 180 ഡിഗ്രിയിൽ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറെന്ന് പറയാം. ഇപ്പം ഞാൻ ഒരു 50 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് റെഡി ആയില്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സും കൂടെ കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 60 മിനിറ്റ്സ്, ഒരു മണിക്കൂറൊക്കെ ഏകദേശം എടുക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ 180 വെച്ചിട്ടുണ്ട്. ചില ഓവനിൽ അത് 170 മതിയാകും. ആ ചൂട് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ 50 to 60 മിനിറ്റ്സ്, ഏകദേശം ഒരു മണിക്കൂർ എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഒരു 50 മിനിറ്റ് ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്. അതാകട്ടെ. അത് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. മേളിൽ വാട്ടറി ആയിട്ടുള്ള ലെയർ, താഴെ ബാറ്റർ, കേക്ക് ബാറ്റർ പോലെ. ഇത് ബേക്കായി വരുമ്പോൾ റിവേഴ്സ് ആകും. കേക്കിൻ്റെ ഭാഗം വെള്ളം വരും, ആ വാട്ടറായിട്ടിരിക്കുന്ന ഭാഗം താഴെ വന്നിട്ട് അതിങ്ങനെ ഫഡ്ജി ആയിട്ട് വരും. ഇങ്ങനെ എന്താ പറയുക, ക്രീമി ആയിട്ട് ഒരു സോസി പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു ഹോട്ട് ഫഡ്ജ് ചോക്ലേറ്റ് ഫഡ്ജ് പുഡിംഗ് ആയിട്ട് മാറാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എന്തായാലും ഒരു മണിക്കൂർ സമയമുണ്ട്. ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പോയിട്ടൊക്കെ വരാം. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു കണ്ണിതിലുണ്ടാവും. അപ്പം നമ്മളൊരു 50 മിനിറ്റ് സമയത്തേക്കാണ് വെച്ചത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 50 മിനിറ്റ്സ് ആയി കഴിഞ്ഞു, ബെല്ലടിച്ചു. അപ്പോൾ ഏതാണ്ട് ഞാനൊന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കി, സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വെച്ച്, അതായത് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ കേക്കിൻ്റെ പോർഷൻ മേളിലേക്ക് പൊങ്ങി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വന്നു. കാര്യം അതൊരു തിൻ ലെയറല്ലേ ഉള്ളൂ. പിന്നെ താഴത്തെ ഭാഗം മാത്രം കുറച്ച് സോസി ആകാനായിട്ട് ഇച്ചിരി സമയം കൂടെ വേണം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ മേളിലത്തെ കോയിലും താഴത്തെ കോയിലും രണ്ടും ഓൺ ആവണം. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മേളിലത്തെ ഭാഗം ആ കേക്ക് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, താഴത്തെ കോയിൽ മാത്രം ഓൺ ചെയ്തിട്ട് മേളിലത്തെ കോയിൽ ഞാൻ ഓഫ് ചെയ്തിട്ട് ബാക്കി സമയമെല്ലാം അത് ഏകദേശം ഒരു 10-30 മിനിറ്റ്, 35 മിനിറ്റോളം അങ്ങനെ തന്നെ ബേക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഓരോ ഓവനും ഓരോ സ്റ്റൈലാണ്. എന്തായാലും ഈ ഓവനിൽ അങ്ങനെയാണ്. എടുത്തിട്ട് വരാം. ഓക്കെ, ഫഡ്ജി ആൻഡ് ടോപ്പല്ല. ആഹാ, എടുക്കട്ടെ. ഇത് വെച്ച് പറ്റുമോ എന്നാണ് സംശയം. അങ്ങനെ നമ്മുടെ ഫഡ്ജി പുഡിംഗ്, ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് പുഡിംഗ്. അപ്പോൾ ഇത് നോക്കിയേ, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെ. അതായത് നല്ല സോസിയാണ് അടിഭാഗം, മേളിലത്തെ കേക്ക്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ആ സോസി ആയിട്ടുള്ള ഒരു ഫഡ്ജ് പോർഷനും ആ ഒരു സ്പഞ്ച് കേക്കിൻ്റെ ആ ഭാഗം കൂടി ചേർത്തിട്ടാണ് കിട്ടുന്നത്. നല്ല ചൂടായിട്ട് എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയാം. നല്ല ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ് വിത്ത് ചോക്ലേറ്റ് സോസ് കഴിച്ച പോലെ ഇരിക്കും. പിന്നെ ഇതിപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നു. പക്ഷേ ഇച്ചിരി കൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് തിക്കാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 50 to 1 hour, 50 minutes to 60 minutes, 1 hour വേണം. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ സെറ്റായി വരികയാണെങ്കിൽ കേക്ക് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ താഴത്തെ കോയിൽ മാത്രം ഓൺ ചെയ്തിട്ടാൽ മതി 180-ൽ. ഓക്കെ, അപ്പോൾ ആ താഴത്തെ സോസി പാർട്ടും കൂടി നന്നായിട്ട് സോസി ആയിട്ട് ആകും. ഇതേ നോക്കിയേ, കാണുന്നുണ്ടല്ലോ, അതെ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ സോസി ആയിട്ടിരിക്കുന്ന. ഇപ്പോൾ എങ്ങനെയായി നോക്കിയ ലെയർ, മുകളിലത്തെ ലെയർ താഴെയും പോയി, വെള്ളമായിട്ടിരുന്ന ഭാഗം താഴോട്ടും പോയി, പിന്നെ ആ താഴെ ഇരുന്ന ക്രസ്റ്റി ഭാഗം മേളിലേക്ക് വന്നു, നമ്മുടെ കേക്കിൻ്റെ പോർഷൻ. ഇതിപ്പോൾ എടുക്കുമ്പോൾ ഇതേ നോക്കിക്കോളൂ, സെർവ് ചെയ്യാനാണെങ്കിൽ ആഹാ, ഹോട്ട് കണ്ടോ, നല്ല ആവി പറക്കുന്നത്. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഓക്കെ, ഈ സോസോടുകൂടി ഇങ്ങനെ കഴിക്കും, ഈ ഫഡ്ജ് സോസോടുകൂടി. ഇത് ഇച്ചിരി കൂടെ തിക്കാവും കുറച്ചുകൂടി, ഒരല്പസമയം കൂടി ഇരിക്കുമ്പോൾ.
ഹോട്ടായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും ഹോട്ടായിട്ട് കഴിച്ചാൽ ചിലപ്പോൾ അയ്യോ രക്ഷയില്ല. ആഹാ, നമ്മുടെ ഫഡ്ജ് വിത്ത് ദ ഫഡ്ജ് ഇതാ രസമെന്നറിയാം. പിന്നെ ഇത് കറക്റ്റ് ഒരു 50 മുതൽ 1 മണിക്കൂറാണ് കറക്റ്റ് സമയം. അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് ബേക്ക് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ആ ഒരു കറക്റ്റ് 50 minutes to 1 hour 180 അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ടോപ്പ് പോർഷൻ കരിഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ട് ഇൻ കേസ് ഇതൊക്കെ നല്ലതായിട്ട് ആയി എന്ന് തോന്നുകയാണെങ്കിൽ ആ കോയിൽ മാത്രം ഓഫ് ചെയ്താൽ മതി. പക്ഷെ അപ്പോൾ താഴെ കറക്റ്റായിട്ട് വരും. രക്ഷയില്ല. കാണിച്ചു തരാം. അതെ, ഓ മൈ ഗോഡ് ആ ഫഡ്ജ് വിത്ത് ദ ഫഡ്ജ് കഴിക്കാൻ പോണു. നല്ല ചൂടാണേ. ദൈവമേ, ആ ചോക്ലേറ്റ് കേക്ക് വിത്ത് ദ ഫഡ്ജ്, മൈ ഗോഡ്, ഇത് നിർത്താനേ തോന്നില്ല കേട്ടോ. ഒരു രക്ഷയില്ലാണ്ട് കഴിക്കാം. റൂളി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചോക്ലേറ്റ് സോസും ചോക്ലേറ്റ് കേക്കും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ടേസ്റ്റാണ്. അതിനെക്കാട്ടിലും ടേസ്റ്റാണെന്ന് പറയാം. ഇനി ഇതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ചോക്ലേറ്റിയാണ്. ചോക്ലേറ്റ് ലവേഴ്സിനെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടവും. തണുപ്പിക്കണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ മേളിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ വെച്ച് കഴിച്ചു നോക്കൂ. ഒരു രക്ഷയില്ലാത്ത ഡിസേർട്ടായിരിക്കും. എക്സലൻറ്റ്. ഉണ്ടാക്കാൻ എത്ര സിമ്പിളാണല്ലേ. ഒരുപാടുമില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പ്ലസ് ഇപ്പോൾ ഓവൻ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. നമുക്ക് കുക്കറിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സാധാരണ ഞാൻ ചെയ്യുന്ന കാണാറില്ലേ, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം, അതിനകത്ത് ഉപ്പിടുക, അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് വയ്ക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ പുഡിങ് ഏതിലാണോ വയ്ക്കുന്നത് അത്. അപ്പോൾ എനിക്കൊന്ന് കുക്കറിലും അതിലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഷേപ്പിൽ എടുത്താലും മതി, ഗ്ലാസ് വെയർ. അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ ടൈപ്പ് ഏതെങ്കിലും ആയാലും മതി. എന്നിട്ട് അതിനകത്ത് ഇതേപോലെ മിക്സ് ചെയ്യുക. നമ്മൾ എന്താ ചെയ്താൽ അത് എന്നിട്ട് അതിൽ വയ്ക്കുക. ഏകദേശം 45 minutes to 1 hour കുക്കറിൽ വെച്ചിട്ട് ഇതുപോലെ ബേക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കിട്ടും. ഓക്കെ. ഞാൻ കഴിച്ചു തീർത്തു. ഇനി ഇത്രയുമുണ്ട്. ഇത് തണുക്കുന്നതോറും അതിൻ്റെ ആ സോസ് കുറച്ചുകൂടി തിക്കായി വരും. ഇനി നിങ്ങൾക്കത് വീണ്ടും റീഹീറ്റ് ചെയ്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മൈക്രോ ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ചൂടാകുമല്ലോ. എന്നിട്ട് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ലൈക്ക്, നല്ലൊരു കമൻറ്റ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമ്മളുടെ ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് പുഡിംഗ് എല്ലാവരും ഉണ്ടാക്കട്ടെ. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.